അപ്പോൾ നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ പോയ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൊടജാദ്രിയിൽ പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജീപ്പിൽ കയറി കൊടജാദ്രി പോകുന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു വഴി കേട്ടോ. ഈ പോകുന്ന വഴി നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മലയും അതുപോലെ ആ മഞ്ഞൊന്ന് മൂടിക്കിടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ ഈ വഴിയൊക്കെ എന്ന് വെച്ചാൽ തന്നെ നല്ല കണ്ടിരുന്ന് നമുക്കൊരു മടുപ്പ് തോന്നില്ല. പിന്നെ ഇവിടെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകരുത്. നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. കാരണം വളവും തിരിവും ഒക്കെ ഉള്ളൊരു വഴിയാണ്. നമ്മൾ ആ കൊല്ലൂരിൽ നിന്ന് ഇതുവരെ ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ അവർ എഴുതി വാങ്ങും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് അഡൽട്ട്സിന് 50 റുപ്പീസും ചിൽഡ്രൻസിന് 25 റുപ്പീസുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു കൊടജാദ്രി കയറുന്നതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 6 മണിക്ക് മുമ്പ് താഴെ വരികയും വേണം തിരിച്ച്. അപ്പോൾ ഞങ്ങൾ ഈ പോയത് ഏകദേശം ഒരു 1:30 മണിക്കാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ എത്താനായിട്ട് ഏകദേശം 2 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റിയൊരു വഴിയാണ് കേട്ടോ. ഈ വഴിയിലെന്ന് വെച്ചാൽ ഭയങ്കര പൊടിയാണ്, 2 വശവും ഇങ്ങനെ കാടും ചെടിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർശനമായിട്ട് മാസ്ക് ധരിക്കണം. കാരണം ഈ പൊടി ഇങ്ങനെ നമ്മുടെ മേത്ത് അടിച്ച് കയറും. അപ്പോൾ എൻ്റെ ഫോണിലൊക്കെ തന്നെ നല്ല രീതിയിൽ പൊടിയായിരുന്നു കേട്ടോ. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. അതുപോലെ മുടിയിലുമൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറിൽ പൊടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടി അടിച്ച് മൂക്കിൽ കയറാതിരിക്കാനായിട്ടൊരു മാസ്ക് എന്തായാലും വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കുലുക്കമാണ് കേട്ടോ. ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ ഒരു ജീപ്പ് ഓട്ടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതൊരു ഭയങ്കര ഈസി ആയിട്ടാണ് അവരിതിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. അതുപോലെ വേറൊരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും അവർ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഒന്നെങ്കിൽ റിവേഴ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി നല്ല രീതിയിൽ സൈഡൊക്കെ കൊടുത്ത് അവരെങ്ങനെയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 150 ജീപ്പാണ് ഈ കൊടജാദ്രിയിലുള്ളത്. അപ്പോൾ ഈ സീസൺ ടൈം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ നേരത്തെ ബുക്ക് ചെയ്ത് കൊടുക്കണം. ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം ആ ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മേളിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല സീനറിയാണ്. ഈ ഒരു കോട ഇറങ്ങി വരുന്നതും ആ ഒരു മലയും മൊത്തത്തിൽ നല്ലൊരു മാനമൊക്കെ തെളിഞ്ഞിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനം സർവജ്ഞപീഠമാണ്, ശങ്കരാചാര്യർ ഇരുന്ന സർവജ്ഞപീഠമാണെങ്കിലും നമ്മൾ ആദ്യം ഈ ജീപ്പ് പോയി എത്തുന്നത് ഈ ഒരു ദേവിയുടെ മൂലസ്ഥാനം ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെയും ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു വശം എന്ന് പറഞ്ഞാൽ കാലഭൈരവ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇത് ആ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി ഈ കുടുംബ പൂജ അതുപോലെ നമുക്ക് എന്തെങ്കിലും അർച്ചന അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ദേവിയുടെ മൂലസ്ഥാനവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ചെറിയ പൂജയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ, ഈ ഒരു കുളമാണ് കേട്ടോ. ഇത് കുളമെന്നല്ല, ഇവർ പറയുന്ന നാഗതീർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഓരോ ഉറവയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കാട്ടിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്. അപ്പോൾ അതൊരു പൈപ്പ് വഴി അവരിങ്ങനെ കണക്ട് ചെയ്ത് ഇതിലിങ്ങനെ ശേഖരിക്കുന്നതാണ് കേട്ടോ. ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുമാണ്. അത് നല്ല പ്യുവർ വാട്ടറാണ്, നമുക്ക് ഡയറക്റ്റ് കുടിക്കാം. ഡ്രിങ്കിങ് വാട്ടർ എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമ്മുടെ കൊടജാദ്രിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മളങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ യാത്ര തുടങ്ങി. ആദ്യമൊക്കെ ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു, എങ്ങനെ മേളിൽ കയറും എന്നുള്ളൊരിതായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഏകദേശം ഇച്ചിരി മേളിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും ഇങ്ങനെ നിരപ്പായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ ശരണ്യയുടെ അമ്മ വയസ്സായിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് 10-60 വയസ്സൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാലും പുള്ളിക്കാർ നമ്മളെക്കാളും സ്പീഡിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ പലരും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് പോയിട്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒരു സമാധാനത്തിന് അവർ പറയും ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ പറയും. ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ഹിൽസ്. പക്ഷെ നമുക്ക് നടന്ന് കഴിയുമ്പോൾ ഫീലെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ പോകുന്നൊരു ഫീലാണ്. കാരണം ആ കല്ലും മലയും കുന്നും ഒക്കെ ചവിട്ടി അങ്ങ് കയറി പോകാനായിട്ട് ഇച്ചിരി പാടുണ്ട്. പക്ഷേ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ.
പിന്നെ പിള്ളേർക്ക് ആദ്യമൊക്കെ ഒരു പഴം, എൻ്റെ മോള് തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായി കേട്ടോ. തിരിച്ച് ഹോട്ടലിൽ പോകാൻ വരണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവൾക്കൊരു എനർജി കിട്ടിയതുപോലെ ആയിരുന്നു കേട്ടോ. ശരിക്കും ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും അവിടെ പോകുമ്പോഴത്തേനും. കാരണം എന്തോ ഒരു ശക്തി നമ്മളിങ്ങനെ പിടിച്ചവിടെ കൊണ്ടുപോകുന്നൊരു ഫീലാണ്. ഇത് ഈ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മൾ കാണുമ്പോൾ നമുക്കിങ്ങനെ പേടിയാവുമെങ്കിലും പക്ഷെ അങ്ങനെ നടന്നങ്ങ് പോവും. എന്തോ ഒരു ശക്തി നമ്മളവിടെ എത്തിക്കുന്നൊരു, പിന്നെ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത്രയും കയറി എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക്. ഈ കാണുന്ന ഈ വഴി മൊത്തം താണ്ടിയാണ് ഞങ്ങളിങ്ങനെ മേളിലെത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടയ്ക്കൊന്ന് ബ്രേക്കൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് ഇരുന്ന് പിന്നെ അവർക്ക് ഇച്ചിരി വെള്ളവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ കയറ്റി വിടുന്നത് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ കാടാണ്. ആ കാട് എന്ന് പറയുന്നത് നല്ലൊരു രസമാണ് അതിൻ്റെ ഒരു വ്യൂ കേട്ടോ. എനിക്കത് അവിടെ നിന്ന് ആ സൂര്യൻ്റെ വെളിച്ചം അടിച്ച് വരുന്നതും, പക്ഷെ നമുക്കൊരിക്കലും ആ വെയിൽ അവിടെ തോന്നില്ല. വെയിലോ ചൂടോ ഒന്നും നമുക്കവിടെ അടിക്കുന്നില്ല. നമ്മൾ ആക്ച്വലി മൂകാംബികയിലെ ദർശനം കഴിഞ്ഞിട്ട് അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്കാണ് 1:30-ക്കായിരുന്നു ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഉച്ച സമയമാകുമ്പോൾ നല്ല വെയിലല്ലേ, എങ്ങനെ പോകും പിള്ളേരെയൊക്കെ കൊണ്ട്. പക്ഷേ നമ്മുടെ ശരണ്യയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റി ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ അത്രയും വെയിലോ ചൂടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നിട്ട്. പക്ഷെ അത് സത്യമായിരുന്നു കേട്ടോ. കാരണം ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വെയിലടിക്കുന്നതെന്ന് കോട ഇങ്ങനെ പോകുന്നുണ്ട്, ആ മഞ്ഞ്. അത് കാരണം നമുക്ക് ആ വെയിലോ ചൂടോ ഒന്നും അനുഭവപ്പെടുന്നില്ല. നല്ല സുഖമായിട്ട് അങ്ങനെ കയറി പോവാം കേട്ടോ. ഇവിടെ കണ്ടോ ഒരു ഹസ്ബൻഡും വൈഫും കൈയൊക്കെ കോർത്ത് അങ്ങനെ. പക്ഷെ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് ഒരു വൈബാണ് കേട്ടോ. കാരണം ഈ വയസ്സായ അമ്മൂമ്മമാരായാലും അവരൊന്നിച്ച് വന്ന് അവരെങ്ങനെ കയറി നമുക്ക് അതിശയം തോന്നും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ശക്തിയുണ്ട് നമ്മളവിടെ കയറ്റി വിടുന്നത്. ശരിക്കും മൂകാംബികയിൽ തൊഴാൻ വരുന്നവർ ഇവിടെ വരണം, എന്നാലേ ആ ഒരു യാത്ര പൂർത്തിയാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കൊടജാദ്രിയിലും അതുപോലെ തന്നെ സൗപർണിക തീർത്ഥത്തിലും. ഋഷിക്കുട്ടൻ ഇവിടെ നിന്ന് ചിപ്സൊക്കെ കഴിക്കുന്നുണ്ട്, അവനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന കേട്ടോ. അപ്പം നമ്മളിതുപോലെ ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് നടന്ന് പൊക്കോട്ടിരിക്കുന്നത്. അപ്പം മേളിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങനെ താഴെ ഇറങ്ങി വരുവാണ് കേട്ടോ. മുകളിലോട്ട് നമ്മൾ പോകുന്തോറും വെള്ളപ്പൊതപ്പ് വിരിച്ച പോലെ ആ കോട ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു തവണയെങ്കിലും നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ മൂകാംബികയിലും പോകണം, കൊടജാദ്രിയിലും പോകണം. അതൊരു പ്രത്യേക ഫീലാണ്, പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ആ ഒരു ഫീല് കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടി ഏകദേശം ഇതേ മേളിലെത്തിയപ്പം അവളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു സിമ്പിളാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. അവൾ ഭയങ്കര ഹാപ്പി ചെയ്ത് നമ്മൾ ആ സർവജ്ഞ പീഠത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ മുമ്പിലായിരുന്നു ഈ ശരത്തും ശരണ്യൊക്കെ, അവർ ആദ്യമേ അവിടെ എത്തിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തിരക്കുള്ള ഒരു സമയം ആയതുകൊണ്ടാണ് ഇത്രയും, കാരണം ആ സീസൺ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അധികം ആൾക്കാർ ഇത്രത്തോളം ഒന്നും ഉണ്ടാവാറില്ല. അതേ ശങ്കരാചാര്യർ ഇരിക്കുന്നതുണ്ടോ ആ പീഠത്തിനകത്ത്, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അകത്തോട്ട്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം കണ്ണടച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റും. ചിലരൊക്കെ ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പാട്ട് പാടാറുണ്ട്. നമ്മൾ ദേവിയുടെ ആ ഒരു മണ്ഡപത്തിൽ പോയി കളിച്ചതുപോലെ തന്നെ ഇവിടെയും ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ കയറി ആ ഒരു സന്തോഷത്തിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഇറങ്ങാൻ നേരത്തുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ കാലിന് ഒരു ചെറിയൊരു വിറയൽ ഫീൽ ചെയ്യും കേട്ടോ, മുട്ടിനൊക്കെ അത്രയും. അതുകൊണ്ട് നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് ഒന്ന് ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. കാരണം നമുക്ക് ആ കയറിയ ആ ഒരു ആയാസം തിരിച്ചിറങ്ങുമ്പോൾ ആ ഒരു ബലക്കുറവ് ഫീൽ ചെയ്യും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഇറക്കം കുറച്ചുകൂടെ ഈസിയാണ്. ഇനി ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ അറിയില്ല കേട്ടോ, അത്രയും ഒരു കഷ്ടപ്പാടൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഫുൾ ടൈം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അതിന് അത്രയും ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഇവിടെ താഴെ വന്നിട്ട് ആ ഒരു നാഗതീർത്ഥത്തിൻ്റെ അവിടുത്തെ ഇതാണ് ആ വെള്ളം കേട്ടോ, നല്ല പ്യൂരിഫൈ ചെയ്ത് വരുന്ന വെള്ളമാണ് കാട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ വന്നൊന്ന് കാലൊക്കെ നനച്ചിട്ട് ആ വെള്ളം കോരി ശരി നല്ലപോലെ കുടിച്ചു കേട്ടോ, ആ ദാഹമൊക്കെ തീർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടജാദ്രിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊരു വല്ലാത്തൊരു മറക്കാൻ പറ്റാത്ത യാത്ര തന്നെയായിരുന്നു കേട്ടോ കൊടജാദ്രിയിലെ യാത്ര.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്ഷീണമൊക്കെ തീർത്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് ദേവിയുടെ ദർശനത്തിന് ഒന്നും കൂടെ മൂകാംബിക ടെമ്പിളിൽ വന്നു. നല്ലപോലെ പ്രാർത്ഥിച്ചു. പിന്നെ എന്തെങ്കിലും പൂജയൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്തു. കാരണം നമ്മൾ തലേ ദിവസം കുഞ്ഞുങ്ങളെ എഴുതിക്കാനും ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വന്ന് തൊഴാനൊക്കെ ഉള്ള ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ നെയ്വിളക്കൊക്കെ വെച്ചു, അതുപോലെ നമ്മൾ പിന്നെ എന്താണ് അർച്ചന കഴിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മാത്രമുള്ള ഫീലാണോ എന്ന് പറയാൻ ഞാൻ ശരണ്യോടും ചോദിച്ചപ്പോൾ ശരണ്യ ഇത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ അമ്പലം വിട്ടിട്ട് വരാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോഴാണോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാ മാസവും പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യം അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ഒരു ദേവീ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സൗപർണ്യ തീർത്ഥത്തിൽ പോകണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു യാത്ര പൂർത്തിയാവുന്നത് എന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ സൗപർണ്യ തീർത്ഥത്തിലേക്ക് വന്നു. അപ്പോൾ എല്ലാം അവിടെ നിന്ന് പാക്കപ്പ് ചെയ്തിട്ടാണ്, കാരണം ഞങ്ങൾക്ക് ഇനി അടുത്ത മാംഗ്ലൂർ പോകണം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത ട്രെയിൻ വരുന്നത് കേട്ടോ നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് സൗപർണ്യ തീർത്ഥത്തിലെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് കേട്ടോ. കാണുന്ന അത്ര ഒരു വൃത്തിയൊന്നും എൻട്രി ചെയ്യുന്നതിൻ്റെ അവിടെ ആയിട്ടില്ല. അപ്പോൾ വെള്ളവും കുറവായിരുന്നു കേട്ടോ, കാരണം ചൂട് സമയമല്ലേ, ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. സാധാരണ ഇതിൽ നിന്ന് വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളത്തിനകത്ത് അങ്ങനെ കലങ്ങിയ ടൈപ്പൊന്നുമല്ല, നല്ല വെള്ളം തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കാലും നനച്ചു, തളിച്ചു. ചിലരൊക്കെ മെനക്കെട്ട് അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുളിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് കാലും നനച്ചു, തലയിൽ വെള്ളം കുടഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഋഷികൂട്ടനാണെങ്കിൽ അങ്ങ് ഇറങ്ങിക്കോളാം, അവന് ഈ വെള്ളം കാണുമ്പോഴത്തേനും ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉടുപ്പി ക്ഷേത്രം വരെ പോകണമായിരുന്നു, അതുകൊണ്ട് നമ്മളങ്ങനെ അധികം നേരം ഇവിടെ നിന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടഞ്ഞിങ്ങനെ കയറി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കുറേ മങ്കിച്ചേട്ടന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ ഋഷികൂട്ടൻ അതൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതിങ്ങനെ മുന്തിരിയുടെ തോലൊക്കെ തൊലിച്ചിട്ട് അതിങ്ങനെ കഴിക്കുന്ന കാണാനായിട്ട്. ഇവിടെ വരുന്നവരൊക്കെ ഈ കുരങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 7-അപ്പും അതുപോലെ പോപ്കോണും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തില്ലെങ്കിൽ കുരങ്ങൻ വയലൻ്റ് ആവുന്നുമുണ്ട്. പക്ഷെ ഇവിടത്തേക്ക് വെള്ളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം ഭയങ്കര തണുപ്പാണ്. അത് ഈ കാടും ഇങ്ങനെ കല്ലും പാറക്കെട്ടുകളൊക്കെ ആയതുകൊണ്ടായിരിക്കും വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേക തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഉടുപ്പി ക്ഷേത്രം. അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു 1.5 അവറോളം യാത്ര ചെയ്തിട്ട് ഇതാണ് ഉടുപ്പിയുടെ അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം നല്ല വെയിലും ചൂടും ആയത് കാരണം നമ്മൾ പിള്ളേരെ ഒന്നും കൊണ്ടിറക്കിയില്ല. ഞങ്ങളിത് പറഞ്ഞ പോലെ ലേഡീസ് മാത്രമാണ് പോയത്. പക്ഷെ കണ്ണനെ കാണാനെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞങ്ങൾ ചെന്നത്. പക്ഷേ അത് ഭയങ്കര തിരക്കും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അമ്പലത്തിൻ്റെ അല്ലെ ക്ഷേത്രത്തിൻ്റേതായ ഒരു ലുക്കല്ല, നമുക്കൊരു മഹാല് പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാനായിട്ട് കല്യാണ മണ്ഡപം പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. തിരക്ക് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഇതിനകത്തൊരു ഗോശാലയുണ്ട് കേട്ടോ അകത്തോട്ട് പോകുമ്പം. അപ്പോൾ ശരണ്യയുടെ അമ്മ എനിക്ക് പറഞ്ഞിരുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഈ ഗോശാലയ്ക്കകത്ത് ഇഷ്ടം പോലെ പശുക്കളുണ്ട്. അപ്പം അവരെ കാണാനായിട്ട് കണ്ണൻ എല്ലാ ദിവസവും ശ്രീകൃഷ്ണൻ വരുമെന്നും അവരെയൊക്കെ തൊട്ടിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഗോശാലയിൽ വന്ന് പശുക്കളെ തൊടാനും ആൾക്കാർ ക്യൂ നിൽക്കുമെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂ കേട്ടോ അമ്പലത്തിനകത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു വെയിലും പിന്നെ ആ പിള്ളേരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ക്യൂവിലൊന്നും നിൽക്കാൻ പോയില്ല. ജസ്റ്റ് നടയിൽ നിന്നൊന്ന് ഭഗവാനെ തൊഴുത് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ഉടുപ്പി കണ്ണനെയൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കണ്ണനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു തേര് കണ്ടോ. അപ്പോൾ ഇതിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അവിടെ എന്തായാലും തൊഴുതു തിരിച്ചു കേട്ടോ. നമ്മളവിടെ നിന്ന് നേരെ മാംഗ്ലൂരിലേക്കുള്ള യാത്ര തിരിച്ചു. ഈ ഒരു റോഡിൻ്റെ ഇരുവശവും കണിക്കൊന്ന ഇങ്ങനെ നിറച്ച് നിൽക്കുക കേട്ടോ. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെയും കണിക്കൊന്ന ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേനും നമ്മുടെ മാംഗ്ലൂർ എത്തി. അടയാർ പ്ലാസ ഇൻ എന്ന് പറയുന്നൊരു സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ എടുത്ത് സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ മോശമല്ലാത്തൊരു ഡീസൻറ്റ് ഒരു റൂംസൊക്കെ ആയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മുടെ ട്രെയിൻ കേട്ടോ. അപ്പം അന്ന് രാത്രി ആയപ്പോഴത്തേനും നമ്മൾ ആ ഉറങ്ങി എണീറ്റ് ക്ഷീണം എല്ലാം തീർത്തിട്ട് രാത്രി ആയപ്പോഴത്തേനും മാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണാനായിട്ട് പോയി കേട്ടോ. അവിടെ നിന്നൊരു ലോക്കലായിട്ടൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്.
ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം എന്നുള്ളൊരാഗ്രഹത്തിലായിരുന്നു കേട്ടോ നമ്മൾ കറങ്ങി കാണാനൊക്കെ പോയത്. പക്ഷേ രാത്രി ഒരു 9 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാ മോൾസും അതെല്ലാം ക്ലോസ് ചെയ്യും എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. ഈ മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, മച്ചിലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വ്രതമൊക്കെ മുറിക്കാനായിട്ട് നമ്മളൊരു നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ മച്ചിലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഒന്നാന്തരം ചോറും രസവും മീനും ഒക്കെ കൂട്ടി നല്ല ഒരു ഊണ് കിട്ടി കേട്ടോ. നല്ല ഫേമസ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ടായാലും നമുക്ക് നല്ലൊരു ഊണ് കിട്ടി. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ തന്നെ അവരെന്താണ് ക്യാബേജ് തോരൻ, അച്ചാർ, മീൻകറി, കണവത്തോരൻ, ഒരു മീൻ പൊരിച്ചത്, പിന്നെ എന്തായിരുന്നു നമുക്ക് ഞണ്ട് റോസ്റ്റ് കേട്ടോ. ഞണ്ട് ഗീ റോസ്റ്റ് എന്നാണ് അതിനവർ പറയുന്നത്. പിന്നെ ഈ മീനിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി, എനിക്ക് നേരെ ഓർക്കുന്നില്ല. അത് നെമ്മീൻ പോലൊരു ഐറ്റമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രോൺസിൻ്റെ റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ 1 മാസത്തെ വ്രതത്തിന് ശേഷമായിരുന്നു കേട്ടോ നോൺ വെജ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ആ വീട്ടിൽ നിന്നുള്ള ഊണൊക്കെ മിസ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് നല്ല ചോറും രസവും ഈ മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഉണ്ണാൻ പറ്റിയത്. അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാംഗ്ലൂരിനും ഗുഡ് ബൈ പറഞ്ഞിറങ്ങി. നമ്മുടെ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ രാവിലെ പോകുന്നത്. അപ്പോൾ രാവിലെ ഏകദേശം 9:15 നമുക്ക് മാംഗ്ലൂർ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ വരുന്നത്. അതും ഈ ലോക്മാന്യ തിലക് ട്രിവാൻഡ്രം കൊച്ചുവേളി ആ ട്രെയിൻ തന്നെ ആയിരുന്നു. പക്ഷേ ഈ ട്രെയിനിൻ്റെ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ. ഏത് പ്ലാറ്റ്ഫോമാണോ ഒന്നും അറിയില്ല, ആ ഒരു ടെൻഷനിലായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിന് ഏകദേശം ഒരു 10:15 എത്തി. യാത്ര തുടങ്ങി. പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു, വീണ്ടും പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടി പിള്ളേർക്ക്. അപ്പോൾ അവർ വീണ്ടും ആക്റ്റീവാണ് കേട്ടോ. അവർക്ക് ഈ പറഞ്ഞ യാത്രാ ക്ഷീണമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വീണ്ടും ലൈവായിട്ട് പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. സാധാരണ മൂകാംബിക ടെമ്പിളിൽ വരുന്നവർ മുരുടേശ്വരം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലും പോകാറുണ്ട് കേട്ടോ. ഉടുപ്പി പോകുന്ന പോലെ തന്നെയാണ്. അപ്പം അത് മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ അത് മാംഗ്ലൂർ പോകുന്നതിൻ്റെ വേറൊരു ഡയറക്ഷനാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ ഒരു പ്ലാൻ നടന്നില്ല കേട്ടോ. ആ ഒരു അമ്പലത്തിൽ പോകുന്ന പ്ലാന് നമുക്ക് നടന്നില്ല. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നോക്കാം എന്നുള്ളൊരു ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ 4 ദിവസം വളരെ പെട്ടെന്നാണ് കേട്ടോ കടന്നുപോയത്. അപ്പം അതും നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ആ മൂകാംബികയിൽ നിന്ന് വരാനേ തോന്നുന്നില്ലായിരുന്നു. അത്ര ഒരു പോസിറ്റീവ് വൈബുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും ട്രെയിനിലിരുന്ന് മനോഹരമായ യാത്രയൊക്കെ കണ്ട് അങ്ങനെ ഏകദേശം നേരമൊക്കെ ഇരുട്ടി. പിള്ളേരെയൊക്കെ ഒന്ന് ഉറങ്ങി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി കേട്ടോ. അവർക്ക് വീണ്ടും പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു. ഫുൾ ലൈവാണ്. അവസാനം ട്രിവാൻഡ്രം എത്താറായപ്പോഴാണ് ഇവിടെ 2 പേരും ഉറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രാത്രി 10-10:30 ട്രിവാൻഡ്രം സ്റ്റേഷനിലെത്തിയായിരുന്നു. അങ്ങനെ നമ്മൾ വ്യാഴാഴ്ച തുടങ്ങിയ യാത്രയായിരുന്നു കേട്ടോ, 17-ാം തീയതി. അങ്ങനെ 20-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മൾ രാത്രി എത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ യാത്ര അവിടെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ യാത്രാവിശേഷമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.